രണ്ടെണ്ണം അടിച്ചിട്ട് ചെകുത്താനെ പ്രാർത്ഥിച്ചിടന്ന് ഉറങ്ങാൻ നോക്കും. ചെകുത്താനെ? അതേടാ, ഇക്കാലത്ത് ദൈവത്തിനെ ഒന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ചെകുത്താനാ സ്ട്രോങ്. ദിലീപ് കുറ്റക്കാരനല്ല എന്ന നിർണായകമായ വിധി ഈ കേസിലെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ദേവരാജൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനോ പോലീസിനോ കഴിഞ്ഞിട്ടില്ല. എല്ലാത്തിനും മീതെ പണമാണെന്നുള്ള തന്റെ സിദ്ധാന്തം ഇന്ന് ഞാനത് ശരിവെക്കും. പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ല. ഈ കേസിൽ വളരെ നിർണായകമായി വിധി വന്നിരിക്കുന്നു. 8ാം പ്രതി ദിലീപ് കുറ്റക്കാരനല്ല. 8ാം പ്രതി ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. എന്റെ വീർപ്പൂട്ടിൽ ഒരൊറ്റ മനുഷ്യനും മനസ്സിലാക്കുന്നില്ലല്ലോ. കൊട്ടേഷൻ റേപ്പ് എന്ന കുറ്റകൃത്യം, ആരോപിക്കപ്പെട്ട കുറ്റകൃത്യം തെളിയിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല. ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് സമാധാനിക്ക്, എല്ലാം ദൈവനിശ്ചയല്ലേ. ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ നീതിയെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. അച്ഛോ പിന്നാലെ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികളെയും കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും. ഒരുത്തനും കൂടെ ബാക്കിയില്ലേ സാറേ? ഈ കേസിലെ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ആവർത്തിച്ച് അതിജീവിത ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും ഒക്കെ സമീപിച്ചിരുന്നതാണ്. ഒരു പക്ഷേ അതിജീവിതയുടെ ആ ഭയം ശരിവെക്കപ്പെട്ടിരിക്കുന്നു. ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. നമ്മൾ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം ഇങ്ങനെയൊന്നും തീരുമാനിച്ച മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അപമാനിക്കപ്പെട്ടതും ഇതേ ദൈവത്തിന്റെ തീരുമാനം അനുസരിച്ചാണെങ്കിൽ ഇനി ആ ദൈവത്തെ പറ്റി എന്നോട് മിണ്ടരുത്. അതിജീവിത ഒരു കാര്യം കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹം അവിടെ അടുത്ത സുഹൃത്തുക്കളുമായി പറഞ്ഞത് തനിക്ക് നിയമത്തിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്താ കാര്യം? ഈ വിധി അങ്ങേറ്റം ബയസ്റ്റായ ഒരു വിധിയാണ്. കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്നാണ്. തനിക്ക് നാണമില്ലേണോ? ഇല്ല. അത് തന്നെ. അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും. കാട്ടാളന്മാരുടെ ഇടയിൽ പോലും ഇങ്ങനെ ഒരു വിചിത്ര നിയമം കാണുകയില്ല. നിങ്ങളുടെ നിയമം ചുട്ട് ചാമ്പലാക്ക്, ന്യായശാസ്ത്രങ്ങൾ കടലിലേക്ക് എടുത്തെറിയുക. നമ്മൾ ആദ്യം പോലും ഫോളോ ചെയ്യുന്ന ആളാണ്. ഇതിനു വേണ്ടി അധ്വാനിച്ച വിമൻ കളക്റ്റീവ്, വക്കീലന്മാരെ, അതുപോലെ പി ടി തോമസ്, ലാൽ, ഇവരൊക്കെ കുറ്റവാളികളാക്കപ്പെട്ടിരിക്കുകയാണ്. ചെറിയ പുള്ളി അല്ലവൻ, പഠിച്ച കള്ളനാ. ഒരു സമൂഹത്തിന് അവർ കുറ്റവാളികളാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം ഹീനമായ ഒരു വിധിയാണ്. ഈ വിധിക്കെതിരെ മുകളിലേക്ക് അപ്പീൽ പോകേണ്ടതുണ്ടെന്നാണ് ആ പറഞ്ഞത്. ശരി. ഒരു പെൺകുട്ടിയുടെ ജീവിതം, 8 വർഷത്തെ അവരുടെ സമ്പുഷ്ടമായ ജീവിതത്തെ തകർത്തുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ തെളിവുകളെല്ലാം അയാൾക്ക് അനുകൂലമായിരിക്കും. But he is lying. I can feel it. കോടതികളൊക്കെ ഇപ്പൊ സംശയത്തിന്റെ നിഴലിലും അല്ലെങ്കിൽ സംശയാതീതമായി തെളിയണം. സംശയത്തിന്റെ നിഴലിൽ ചിലപ്പോൾ വെറുതെ വിട്ടേക്കാം. പക്ഷെ സത്യസന്ധമായി ഈ കാര്യത്തിലുള്ള ആളുകൾ രക്ഷപ്പെടില്ല. ചത്താലും നീ പുഴുത്തേശാവൂ, ഓർമ്മിച്ചോ? ചത്താലും നീ പുഴുത്തേശാവൂ. ഈ പെൺകുട്ടിക്ക് വേണ്ടി വിക്ടിം വക്കാലത്തിടാൻ ഒരാളില്ല. അങ്ങനെയാണ് ഞാൻ ആ കേസ് ഏറ്റെടുക്കുന്നത്. എല്ലാവർക്കും വിഷയം தெரியும். ஆனா ஒருத்தனும் தொட மாட்டான். என்ன വേദനായകന്നാ ഭയം. 28ഓളം സാക്ഷികൾ കൂറുമാറിയതായിട്ട് കാണുന്നുണ്ട്. മാറി എന്ന് പറയുന്ന സാക്ഷികൾ ദിലീപിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണ്. പണം ഒരു പിശാചാണെന്ന് പറയുന്ന ഇതുകൊണ്ടാ. ഹരിതാത്തതൊക്കെ ചെയ്യിക്കാൻ അതിന് വിരുത് കൂടും. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പ്രതിക്കൂട്ടിൽ കയറിയവരെയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ തന്നെ കണ്ടപ്പോൾ ഭയപ്പെട്ടു പോയി. അവർ എങ്ങനെ ഈ ഒരു രാത്രി ഇവരെ ഫേസ് ചെയ്തു എന്നുള്ളത്. ഇങ്ങനെ ഒരു വിധി ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സ്ത്രീകൾക്ക് നീതി കിട്ടും. കാരണം അതിജീവിത വ്യക്തമായ തെളിവുകളുണ്ട്. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? 8 വർഷം നീണ്ട കേസല്ലേ ഇത്? പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്നു, തെളിവുകളെല്ലാം നടന്നല്ലോ. ഇത്രയും സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു വിധിയായിരിക്കണം. പണത്തിന് മേൽ പരുന്തും പറക്കുകയല്ല. പണമില്ലാത്തവൻ പിണമാണ് ഔസേപ്പേട്ട. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. നീതി 8 വർഷം അതിജീവിത കടന്നുപോയതാണ്. അപ്പോൾ ഒരു വിധി പറയുമ്പോൾ ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നമുണ്ടെങ്കിൽ മാന്യമായി രാജിവെക്കണം. ഇപ്പൊ ഇടപെട്ടാൽ ഇത് വിവാദമാകും. പബ്ലിക് സപ്പോർട്ട്. പിന്നെ അവൻ இந்த மாதிரி நம்ம முகத்துல காரி துப்புறத பாத்துக்கிட்டு இருக்கணுமா? It is quite your inefficiency. You have to answer for it. എനിക്കിത് പറയാൻ പറ്റില്ല. ഈ വിധി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമ്മൾ എത്തിക്സ് വിട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിധിയിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇത്രയും തന്റെയുള്ള സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലെ? ഭീരുക്കൾ പല പ്രാവശ്യം മരിക്കും, ധീരന്മാർ ഒരിക്കലേ മരിക്കൂ.
ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യമായി സർവേശ്വരന് നന്ദി പറഞ്ഞതിന് ശേഷം ദിലീപ് പറയുന്ന വാക്ക് മഞ്ജു വാര്യരാണ് ഇതിന്റെ തുടക്കം, ക്രിമിനൽ പോലീസ് സംഘമാണ് എനിക്കെതിരെ ഗൂഢാലോചന ചെയ്തതെന്നാണ്. ഇനിയാണ് എന്റെ ഷോ. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനിയുടെ മൂർച്ച. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതിന് അന്നത്തെ ഉയർന്നൊരു ഉദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്തൊരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് കള്ളക്കഥ മെനഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് ദിലീപ് ആരോപിച്ചു. കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. മോനെ, ഈ കഥകളൊക്കെ പുറത്തു കേൾക്കുന്നില്ലേ കുറെ മെക്കാനിക്ക് വിട്ടികൾ, അവന്മാരോട് പറ, എന്റെ അടുത്ത് വേണ്ട. അല്ലേ ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം, അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ വിശ്വസിച്ചു. നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടാ, ഞാനൊന്ന് ഒരു പ്രാവശ്യം കൂടി പറഞ്ഞോട്ടെ. അപ്പാവൻ കളി തുടങ്ങി. ആരാണ് ദിലീപെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ദിലീപിന് ഉത്തരമില്ല. അവിടെ ബബ്ബടിക്കാണ്. അതല്ല ഉദ്ദേശം. യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം അതാണ് ആരാണ് ഗൂഢാലോചന നടത്തിയെന്ന് ചോദിച്ചപ്പോ ആശാൻ ഉത്തരമില്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുക. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. എന്നെ അടുത്തേക്ക് വിളിച്ചു, വാ കാണാം. ഞാൻ പറഞ്ഞു എന്താ സാർ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു സ്റ്റൈലേ ഇങ്ങനെയാണ്. പുള്ളി അഭിനയിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറയും, പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും പൾസർ സുനി എന്ന് പറഞ്ഞ ഒരാൾ ക്രൂരകൃത്യം നടത്തിയ ഒറ്റ വിഷയമേ നമ്മൾ അറിയപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ചു നമ്മൾ പ്രതിയാവുന്ന ആളെ ഇതൊക്കെ ഈ സംഭവങ്ങൾ കണ്ടെന്ന് പറഞ്ഞാലേ പ്രതിയാവുന്ന ഒരു കാലം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട സാർ എന്ന് പറഞ്ഞു. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു, നീ പാടാ നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് 6ാമത്തെ ക്ലിപ്പ് ഒന്നുകൂടെ ഇട്ടെ, 7 ഒന്നുകൂടെ ഇട്ടെ, 8 ഒന്നുകൂടെ ഇട്ടെ. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലായി 6-7-8 ക്ലിപ്പുകളുള്ള സംഭവമാണ്. എടോ, ആത്മധൈര്യവും ആത്മാഭിമാനമുള്ള പുരുഷന്മാർ ഒരിക്കലും സ്ത്രീകളെ അവമാനിക്കുകയോ മർദ്ദിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യില്ല. അടിച്ചമർത്തുന്നതിലല്ല, ആദരവ് പിടിച്ചു പറ്റുന്നതിലാണ് പുരുഷത്വം കാണിക്കുന്നത്. ആ വീഡിയോയിൽ അവർ കണ്ട ആ പൾസർ സുനിയുടെ ക്രൂരകൃത്യമാണെങ്കിൽ അതിൽ പറഞ്ഞ വാചകങ്ങൾ എനിക്കറിയാം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഞാനത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി, നിങ്ങൾക്ക് എന്തായാലും മാസ്ക് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത പരാതിയിൽ അത് പറയുന്നുണ്ട്. പുരുഷൻ എന്ത് സംസാരിക്കുന്നു, അതിൽ സ്ത്രീ ശബ്ദം മറുപടി എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ പറയുന്നുണ്ട്. ഈ ശശാങ്ക മുതലാളി ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. എടാ പറഞ്ഞു കൊടുക്കടാ. മുതലാളി ആള് വെറും ചെറ്റയാണ്, തെണ്ടിയാണ്, പരമനാറിയാണ്, സ്ത്രീയുടെ. ഇത്രയും കാലം വളരെ ഒബീഡിയന്റ് ആയിട്ട് ഒരു പ്രത്യേക ബോഡി ലാംഗ്വേജിലൊക്കെ ഇപ്പൊ കയറി പോകുമ്പോൾ സമയത്ത് പോലും പെരുമാറിയിരുന്ന, അതായത് നടന്നുപോയ ദിലീപ് ഇപ്പൊ ഇറങ്ങി വന്ന സമയത്ത് ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. ആദ്യം തന്നെ പണമുയർത്തുന്ന അടികൊണ്ട് തിരിച്ചുപോയി പണമുയർത്തുന്ന പാമ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പ്രതികാരത്തോടെ വന്ന് ആദ്യം പറയുന്ന പേര് മഞ്ജുവിനെയാണ്. ഇതെല്ലാം കൂടി എന്റെ മുമ്പ് നമുക്കറിയാം, ഈ കേസിന്റെ തുടക്കം മുതൽ ആദ്യം ഉണ്ടായിരുന്ന മൊഴികൾ മാറ്റിയവർ പലരാണ്. അതിൽ 28ഓളം ആളുകളാണ് മൊഴി മാറ്റി പറഞ്ഞത്. പക്ഷേ അന്നുള്ള അതേ മൊഴി തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് മഞ്ജു വാര്യർ. മനസ്സുറപ്പ്, അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതാ പെണ്ണ്. ഇത്രയും നാൾ കണ്ടതല്ല ശവങ്ങളായിരുന്നു. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും.